ഫിഗർ എന്താണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഡാർട്ട് ബോർഡ് ഉണ്ട്. ഡാർട്ട് ബോർഡിൽ മിഡിൽ നമ്മുടെ സെന്ററിൽ യെല്ലോ റീജിയനിൽ ഒരു ഡാർട്ട് വന്ന് പോയിന്റ് നിൽക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നൗ ലെറ്റ് മീ ആസ്ക് യു എ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഹിറ്റിംഗ് ദ ഡാർട്ട് ഇൻ ദ യെല്ലോ ഏരിയ? നമ്മുടെ യെല്ലോ ഏരിയയിൽ ഈ ഡാർട്ട് വന്ന് വീഴാനുള്ള പ്രോബബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? Let me ask you a question. What is the probability of hitting the dart in the yellow area? ആ യെല്ലോ ഏരിയയിൽ ഡാർട്ട് വന്ന് ഹിറ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് ചോദിച്ചേക്കുന്നത്? Can you find it? I know it will be a bit difficult for you at this moment. നമുക്ക് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് വരുമ്പോൾ എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ കണ്ടു പ്രീവിയസ് സെക്ഷനിൽ പ്രോബബിലിറ്റി ആസ് അല്ലെങ്കിൽ പോസിബിലിറ്റീസ് ആസ് നമ്പേഴ്സ് ആയിട്ട് അല്ലെ. അപ്പൊ പ്രോബബിലിറ്റി ഉണ്ട്, അതിനെ നമ്മൾ നമ്പർ ആയിട്ട് അല്ലെങ്കിൽ ഫ്രാക്ഷൻ ആയിട്ടൊക്കെ റെപ്രസെന്റ് ചെയ്ത് നമ്മൾ കണ്ടു. പക്ഷെ ഇവിടെ ഇപ്പൊ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ അങ്ങനെയുള്ള നമ്പേഴ്സോ ഇനഫ് ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് തന്നിട്ടില്ല. നമ്മളിപ്പോ ക്ലോസ്ലി ഒബ്സർവ് ചെയ്തതിനെ നമുക്ക് മനസ്സിലാകും ഇതെല്ലാം സർക്കിൾസ് ആണ് അല്ലെ. യെല്ലോ റീജിയൻ, റെഡ് റീജിയൻ, ബ്ലൂ റീജിയൻ, ബ്ലാക്ക് റീജിയൻ ആൻഡ് വൈറ്റ് റീജിയൻ. അപ്പൊ ഓരോന്നും എന്താണ്? ഓരോ സർക്കിൾസ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് പ്രോബബിലിറ്റീനെ ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വിഷ്വൽ ആയിട്ട് അതിനെ റെപ്രസെന്റ് ചെയ്യണം അല്ലെങ്കിൽ വിഷ്വൽ ആയിട്ട് അതിനെ തിങ്ക് ചെയ്യണം. വിഷ്വലി നമ്മൾ തിങ്ക് ചെയ്യണം എന്ന് പറയുമ്പോൾ അതെന്താണ്? ഒരു പിക്ചർ എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് അവിടെ വരിക. അതായത് നമ്മൾക്ക് ഇങ്ങനെ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോബബിലിറ്റി ആണ് ജോമെട്രിക് പ്രോബബിലിറ്റി. ജോമെട്രിക് പ്രോബബിലിറ്റി ആ വേർഡ് കേൾക്കുമ്പോൾ തന്നെ അറിയാം, പ്രോബബിലിറ്റി മാത്രമല്ല ജോമെട്രിക് പ്രോബബിലിറ്റി. വാട്ട് ഡസ് ഇറ്റ് മീൻ? അതായത് പ്രോബബിലിറ്റിയെ നമ്മൾ കുറച്ചുകൂടി ഒരു വിഷ്വലി നമ്മൾ റെപ്രസെന്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ എന്താണ് ഫിഗേഴ്സിന്റെ ഒരു പിക്ചർ രീതിയിൽ നമ്മൾ പ്രോബബിലിറ്റിനെ എക്സ്പ്രസ് ചെയ്യാണ്. അപ്പം വാട്ട് ഇസ് ദിസ് ജോമെട്രിക് പ്രോബബിലിറ്റി? ആക്ച്വലി എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത് ജോമെട്രിക് പ്രോബബിലിറ്റി എന്ന്? പ്രോബബിലിറ്റി യൂസിങ് ദ കോൺസെപ്റ്റ്സ് ഓഫ് ജോമെട്രി അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ജോമെട്രി. വി നോ ജോമെട്രി എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിന്റെ ഒരു ഇമ്പോർട്ടന്റ് ബ്രാഞ്ച് ആണ് വിച്ച് ഡീൽസ് വിത്ത് ലൈൻസ്, ആംഗിൾസ്, അതേപോലെ തന്നെ ഏരിയ, ഫിഗേഴ്സ്, ജോമെട്രിക് ഫിഗേഴ്സ് എല്ലാം തന്നെ വരുന്ന ആ ഒരു ഡീലിങ്സ് വരുന്ന ഒരു ബ്രാഞ്ച് ആണ് ജോമെട്രി എന്ന് പറയുന്നത്. അത് പ്രോബബിലിറ്റി ആയിട്ട് എങ്ങനെ റിലേഷൻ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫിഗേഴ്സ്, അപ്പൊ നമ്മളിപ്പോ വിഷ്വലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഈ ഡാർട്ട് ബോർഡ് പോലെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം സർക്കിൾസ് ആണ്. സർക്കിൾ ഇസ് എ ജോമെട്രിക് ഫിഗർ ആക്ച്വലി, റൈറ്റ്? ആ ഒരു സർക്കിൾ കിട്ടിക്കഴിഞ്ഞാൽ സർക്കിളിന്റെ എണ്ണം നമുക്ക് പറയാൻ പറ്റില്ല, അതിന്റെ ഏരിയ ആയിരിക്കും കുറച്ചുകൂടെ ആൾക്കാർക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഏരിയ ഓഫ് ദാറ്റ് സർക്കിൾ എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് എ മീനിങ് ഫുൾ തിങ്, റൈറ്റ്? ഒരു സെൻസ് ഉണ്ടാക്കും. അങ്ങനെ ഏരിയാസ് ഓഫ് ജോമെട്രിക് ഫിഗേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബബിലിറ്റീസ് ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ പേര് ജോമെട്രിക് പ്രോബബിലിറ്റി എന്ന് വന്നത്. ജസ്റ്റ് എക്സ്പെരിമെന്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുവാണെങ്കിൽ നമുക്ക് പ്രീവിയസ് ക്ലാസ്സിൽ കണ്ട സെക്ഷൻസ് എല്ലാം അതാണ് എക്സ്പെരിമെന്റൽ പ്രോബബിലിറ്റി. ജസ്റ്റ് യൂസിങ് ദി എക്സ്പെരിമെന്റ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നു. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഫിഗേഴ്സ് ആയിരിക്കും തരാം, ജോമെട്രിക് ഫിഗേഴ്സ്. അതായത് സർക്കിൾസ് ആവാം, സ്ക്വയർ ആവാം, ട്രയാങ്കിൾസ് ആവാം, ഹെക്സഗൺ ആവാം, അങ്ങനെ ഡിഫറെന്റ് ജോമെട്രിക് ഫിഗേഴ്സ് നിങ്ങൾക്ക് തരും. ആ ജോമെട്രിക് ഫിഗേഴ്സിന്റെ എല്ലാം കറസ്പോണ്ടിങ് ഏരിയ യൂസ് ചെയ്തിട്ട് പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നതിനെയാണ് ജോമെട്രിക് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് one thing, this section is going to be very very helpful for you. Geometric probability എന്ന് പറയുന്നത് ഷുവർ ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. സോ ഡോണ്ട് മിസ് ദിസ് ഔട്ട്. ജോമെട്രിക് പ്രോബബിലിറ്റിയിലെ ഓരോ കോൺസെപ്റ്റും എന്താണ് ക്ലിയർ ആക്കി മനസ്സിലാക്കി പോവുക. ജോമെട്രിക് പ്രോബബിലിറ്റി ആസ് ഐ സെഡ് വിഷ്വലി റെപ്രസെന്റ് ചെയ്യണം. അതായത് ഏരിയ കോൺസെപ്റ്റുകളാണ് വരുന്നത്. ഇപ്പൊ നമ്മൾ ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ ട്രയാങ്കിളിന്റെ ഏരിയ, പിന്നെ സർക്കിൾ ആണ് തരുന്നെങ്കിൽ സർക്കിളിന്റെ ഏരിയ. അങ്ങനെ നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ മനസ്സിലാവും അതെങ്ങനെയാണ് അതിലേക്ക് ഓരോ പ്രോബ്ലത്തിലേക്ക് അപ്രോച്ച് ചെയ്യണേ. നമ്മൾ സാധാ പ്രോബബിലിറ്റി എക്സ്പെരിമെന്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ പ്രോബബിലിറ്റി എങ്ങനെ കണ്ടുപിടിച്ചത്? P of E is equal to number of favorable outcomes divided by total outcomes. എങ്ങനെയാണല്ലോ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പ്രോബബിലിറ്റി പഠിച്ചത്. അപ്പം ഇതേ ഒരു സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ജോമെട്രിക് പ്രോബബിലിറ്റി വരുന്നത്. only difference is that instead of number നമ്മൾ ഏരിയ യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. റിമെമ്പർ, ഏരിയ എന്നുള്ള ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ജോമെട്രിക് പ്രോബബിലിറ്റി നമ്മൾ ഇവിടെ സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പം P of E നോക്കുമ്പോഴത്തേക്കിനും നമുക്കറിയാം നമ്പർ ഓഫ് ഫേവറബിൾ
ഔട്ട്കംസിന്റെ സ്ഥാനത്ത് ഇപ്പൊ ഏതാണ് എക്സ്പെക്റ്റഡ് ഏരിയ, അതായത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസൈറബിൾ ഏരിയ, എനിക്ക് ഏത് ഏരിയ ആണോ വേണ്ടത് ആ എക്സ്പെക്റ്റഡ് ഏരിയ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ വിൽ ഗിവ് യു ദ ഫോർമുല ഫോർ ഫൈൻഡിങ് ജോമെട്രിക് പ്രോബബിലിറ്റി. ഓക്കെ, സോ അപ്പൊ നമുക്ക് നോക്കിത്തന്നെ അറിയാം പി ഓഫ് ഇ ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റഡ് ഏരിയ ബൈ ടോട്ടൽ ഏരിയ എന്നുള്ളതാണ് ജോമെട്രിക് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇനി ഫോർമുല മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, നമുക്ക് പ്രോബ്ലംസും കൂടെ സോൾവ് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ലെറ്റ്സ് സീ the more aspects of geometric probability. Check your knowledge. Which of the following geometric quantities are used to find the geometric probability? ഞാൻ പറഞ്ഞു ഏരിയ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു, ഏരിയ വെച്ചിട്ട് നമുക്ക് ജോമെട്രിക് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഇസ് എക്സ്പെക്റ്റഡ് ഏരിയ ബൈ ടോട്ടൽ ഏരിയ. ലെന്ത് വെച്ചിട്ടും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. Length of what is the desired length divided by total length. Angle, even angle concept വെച്ചിട്ട് നമുക്ക് എന്താണ് geometric probability നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. So the answer is all of this. അതായത് ഈ എല്ലാ ക്വാണ്ടിറ്റീസും വെച്ചിട്ട് നമുക്ക് എന്താണ് geometric probability കണ്ടുപിടിക്കാൻ പറ്റും. Not only area but length, angle എല്ലാം പറ്റും. ഓക്കെ, സോ നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളതും നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒക്കെ കൂടുതലും വരുന്നത് ഏരിയ റിലേറ്റഡ് ആയിരിക്കും. ബട്ട് സ്റ്റിൽ വി വിൽ കവർ ദി അതർ തിങ്സ് ഓൾസോ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ലെന്തിന്റെ വെച്ചിട്ടാണ് നോക്കുന്നതെങ്കിൽ ആദ്യത്തെ എക്സാമ്പിളിൽ കണ്ടാൽ അറിയാം എ ഡി എന്ന് പറയുന്ന ഒരു ലൈൻ സെഗ്മെന്റ് ഉണ്ട്. അപ്പം അതിലെ സാമ്പിൾ സ്പേസ് എന്തായിരിക്കും? ഓൾ പോയിന്റ്സ് ദാറ്റ് ലൈങ് ഓൺ ദാറ്റ് സാമ്പിൾ സ്പേസ് ആണല്ലോ. എ ഡിയിലുള്ള എല്ലാ പോയിന്റ്സും എന്തായിരിക്കും? സാമ്പിൾ സ്പേസ് ആയിരിക്കും. What is the event? ഞാനിപ്പോ ചോദിക്കുകയാണ്, what is the probability of falling a dot within the length BC? BC മാർക്ക് ചെയ്തിട്ടുണ്ട് ഇൻ റെഡ്. ആ ബി സിയിൽ ഒരു പോയിന്റ് ഞാൻ വിത്തൗട്ട് ലുക്കിംഗ് ഞാൻ ഇടുവാണെങ്കിൽ ആ ബി സിയിൽ വന്ന് വീഴാനുള്ള പ്രോബബിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൗ ക്യാൻ യു ഫൈൻഡ് പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു ജോമെട്രിക് പ്രോബബിലിറ്റി. കാരണം ഇത് ലൈൻ ആണ്. ലൈൻ എന്ന് പറയുന്ന ഒരു ജോമെട്രിക് കോൺസെപ്റ്റ് യൂസ് ചെയ്യേണ്ട ഒരു ഇതാണ്. സോ അപ്പൊ അതിൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ ഞാൻ എന്താണ് കാണിക്കുന്നത്? ലെങ്ത് ഓഫ് ബി സി വിച്ച് ഇസ് മൈ ഡിസൈർഡ് അല്ലെങ്കിൽ എക്സ്പെക്ടഡ് ചെയ്യുന്നത് ബി സിയിൽ വീഴണം എന്നാണ്. സോ ബി സി ഡിവൈഡ് ബൈ ടോട്ടൽ ലെങ്ത് ഓഫ് ദാറ്റ് ലൈൻ, ദാറ്റ് ഇസ് എ ഡി. ബി സി ബൈ എ ഡി ആയിരിക്കും അതിന്റെ ജോമെട്രിക് പ്രോബബിലിറ്റി. നൗ വാട്ട് അബൌട്ട് ആംഗിൾ? ആംഗിൾ കോൺസെപ്റ്റ് വെച്ചിട്ടും ഞാൻ പറഞ്ഞു നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഹൗ? ഇപ്പൊ നമുക്ക് സപ്പോസ് ഒരു സർക്കിൾ തരും, ആ സർക്കിളിനകത്ത് കുറച്ച് ഷെയ്ഡഡ് റീജിയൻ പോലെ തരും. അപ്പം ഓൾ പോയിന്റ്സ് ഇൻ ദ സർക്കിൾ വിൽ ബി ദ സാമ്പിൾ സ്പേസ്. ഇനി നമ്മുടെ കൺസിഡറേഷൻ അല്ലെങ്കിൽ നമ്മൾ എന്താണോ ഇവന്റ്, ആ ഇവന്റ് എന്ന് പറയുന്നത് ഈ ഷെയ്ഡഡ് റീജിയനിൽ വരുന്ന എല്ലാ പോയിന്റ്സും ആയിരിക്കും. എല്ലാ പോയിന്റ്സും ഷെയ്ഡഡ് റീജിയൻ വരുന്ന എല്ലാ പോയിന്റ്സും എന്തായിരിക്കും? ഇവന്റ് ആയിരിക്കും. Now how to find the probability of this? Probability എന്ന് പറയുന്നത് measure of this shaded region, that is the measure of the angle of this shaded region divided by total angle. Total angle എത്ര വരും? 360 ഡിഗ്രി. കാരണം ഇത് സർക്കിൾ ആണ്, സർക്കിളിന്റെ സെന്റർ പോയിന്റ് സർക്കിൾ ആണ്. സർക്കിളിന് ചുറ്റുമുള്ള ആംഗിൾ എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണ് ആംഗിൾ മെഷർ വെച്ചിട്ട് നമുക്ക് ജോമെട്രിക് പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. Now what about the area? അതായത് ഒരു റെക്ടാംഗിൾ ഉണ്ട്, റെക്ടാംഗിൾ ആയിരിക്കും അതിന്റെ സാമ്പിൾ സ്പേസ് എല്ലാ പോയിന്റ്സും, ആൻഡ് ഓൾ പോയിന്റ്സ് ഇൻ ദ ട്രയാംഗിൾ ആയിരിക്കും വേറെ നമുക്ക് വരുന്നത്. ഇപ്പൊ ഇതിപ്പോ റെക്ടാംഗിളും ട്രയാംഗിളും ആണ്. സോ എങ്ങനെയായിരിക്കും ജോമെട്രി പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക? മൈ ക്വസ്റ്റ്യൻ വിൽ ബി ദ പ്രോബബിലിറ്റി ദാറ്റ് ഡോട്ട്, ഇപ്പൊ ഞാനൊരു ഡോട്ട് ഇടുവാണ് വിത്തൗട്ട് ലുക്കിംഗ് ഇൻ ദ പിക്ചർ, അത് ട്രയാംഗിൾ ഏരിയയിൽ വന്ന് വീഴാനുള്ള ചാൻസ് എത്രയാണെന്നാണ് ആയിരിക്കും ചോദിക്കുന്നത്. സോ അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പി എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ ട്രയാംഗിൾ ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ ആയിരിക്കും. ഓക്കെ, നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം, അപ്പൊ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും. Find the geometric probability of the number of pupils who can speak French. If the pupils are represented in a circle and the French speaking pupils represent a sector of 60 degree. സെക്ടർ എന്ന് പറയുന്നത് വേറൊന്നും അല്ല, നമ്മുടെ പിസ പീസ് ഒക്കെ ഇല്ലേ നമ്മള് മുറിച്ചെടുക്കുമ്പം, അതൊക്കെ അതെന്ന് പറയുന്ന ഒരു സെക്ടറിനെ റെപ്രസെന്റ്, അതായത് സർക്കിളിൽ നിന്ന് ഒരു കുറച്ച് ഭാഗം നമ്മൾ മുറിച്ചെടുക്കുന്നു എന്ന് ഓർക്കുക. അപ്പൊ ഈ ഫ്രഞ്ച് സ്പീക്കിംഗ് ആൾക്കാർ എത്ര ഉണ്ടെന്നാണ് പറയുന്നത്? നമ്മുടെ സർക്കിളിന്റെ ഒരു സെക്ടറിൽ 60 ഡിഗ്രി ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 60 ഡിഗ്രി, അതായത് 60 ഡിഗ്രി വരെ ഉള്ളത് ഫ്രഞ്ച് ആൾക്കാരും ബാക്കി എന്ന് പറയുന്നത് ഫ്രഞ്ച് സംസാരിക്കാത്ത ആൾക്കാരുമാണ്. സോ അപ്പൊ പീപ്പിൾ സ്പീക്കിംഗ് ഫ്രഞ്ച് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ആംഗിൾ ഇൻ ദി സെക്ടർ ആണല്ലോ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഏരിയ. കാരണം ഫ്രഞ്ച് സ്പീക്കിംഗ് ആൾക്കാർ ബ്ലൂ ഷെയ്ഡ് റീജിയനിലാണ് ഉള്ളത്. സോ ആംഗിൾ ഇൻ ദാറ്റ് സെക്ടർ ഡിവൈഡഡ് ബൈ
ടോട്ടൽ ആംഗിൾ. ടോട്ടൽ ആംഗിൾ ഇസ് ദ സെയിം, ദാറ്റ് ഇസ് 360 ഡിഗ്രി, കാരണം ഇത് സർക്കിൾ ആയതുകൊണ്ടാണ്. സോ 60 ഡിഗ്രി divided by 360 degree, which is equal to 1/6, which is the probability of the pupil speaking French. മനസ്സിലായോ? നമ്മുടെ ഫ്രഞ്ച് സ്പീക്ക് ചെയ്യുന്ന ആൾക്കാർ 60 ഡിഗ്രി ഓക്കുപ്പൈ ചെയ്യുന്നുള്ളൂ, ബട്ട് ദ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ്. സോ 60 divided by 360 will give you 1/6. ഇങ്ങനെയാണ് നമ്മൾ ജോമെട്രിക് പ്രോബബിലിറ്റി കോൺസെപ്റ്റ് കണ്ടുപിടിക്കുന്നത്. അതായത് വലിയൊരു സർക്കിൾ ഉണ്ട്, സർക്കിളിനകത്തെ ഫ്രഞ്ച് സംസാരിക്കുന്നവർ ഒരു ഇത്രയും 60 ഡിഗ്രി സെക്ടറേ വരുന്നുള്ളൂ. അതാണ് ഇങ്ങനെ കണ്ടുപിടിച്ചത്. ഓക്കെ, നൗ അനദർ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ജോമെട്രിക് പ്രോബബിലിറ്റി ഓഫ് സെലക്ടിംഗ് എ ഗേൾ ഫ്രം എ ക്ലാസ് if the girls of the class are represented by a circle of radius 7 centimeter and the entire class of students is represented by a larger square of side 14 centimeter. സംഭവം ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു ക്ലാസ്സിൽ ബോയ്സ് ഗേൾസ് എല്ലാം കൂടെ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന, എൻ്റെ ക്ലാസ് ഓഫ് സ്റ്റുഡൻസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ലാർജ് സ്ക്വയർ വെച്ചിട്ടാണ്. ആ ലാർജ് സ്ക്വയർ എത്ര സെന്റിമീറ്റർ ആണ്? 14 സെന്റിമീറ്റർ. ഓക്കെ, സ്ക്വയറിന്റെ സൈഡ് കിട്ടി. ഇനിയും ഗേൾസ് ഒക്കുപ്പൈ ചെയ്യുന്നത് സർക്കിളിന്റെ ഏരിയ ആണ്. ആ ഗേൾസിന്റെ ഒക്കുപ്പൈ ചെയ്യുന്ന സർക്കിളിന്റെ റേഡിയസ് എത്രയാണ്? 7 സെന്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ ജോമെട്രിക് പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് എ ഗേൾ ഫ്രം എ ക്ലാസ്? അപ്പൊ ഞാൻ ആ ക്ലാസ്സിൽ നിന്ന് ഒരു ഗേളിനെ പിക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ ജസ്റ്റ് ഫൈൻഡ് ദ പ്രോബബിലിറ്റി അല്ലെ ഫൈൻഡ് ദ ജോമെട്രിക് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാം സെയിം ആണ്. കാരണം ദിസ് ഇസ് വിത്ത് റെഫറൻസ് ടു ദി ഏരിയ ഓഫ് ദ ജോമെട്രിക് ഫിഗർ. ഏതൊക്കെ ഏരിയാസ് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത്? സ്ക്വയറിന്റെ ഏരിയ അറിയണം, അതേപോലെ തന്നെ സർക്കിളിന്റെ ഏരിയയും അറിയണം, അല്ലെ? ഇനിയും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് എ ഗേൾ? ഗേള് സർക്കിളിനകത്താണ് ഇരിക്കുന്നത്, അല്ലെ? അപ്പം ഏരിയ ഓഫ് ദി സർക്കിൾ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദി സ്ക്വയർ ആണല്ലോ. അപ്പൊ ഏരിയ ഓഫ് ദ സർക്കിൾ എത്രയാണ് കിട്ടുന്നത്? പൈ ആർ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യണം. ഡിവൈഡഡ് ബൈ വാട്ട് ഇസ് ഏരിയ ഓഫ് എ സ്ക്വയർ? എ സ്ക്വയർ, സൈഡ് സ്ക്വയർ. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വാല്യൂസ്, പൈ എന്ന് പറയുന്നത് 22/7 ഞാൻ അപ്ലൈ ചെയ്യുവാണ്. ആർ സ്ക്വയർ, റേഡിയസ് ഓഫ് ദി സർക്കിൾ എത്ര ആയിരിക്കും? 7 സ്ക്വയർ ആണ്. 7 × 7 ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദി സ്ക്വയർ വിച്ച് ഇസ് നത്തിങ് ബട്ട് 14 സ്ക്വയർ. 14 × 14 ക്യാൻസൽ ചെയ്യാൻ എളുപ്പത്തിന് നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. 7 2 11 which is equal to 11/14 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഏരിയ ഓഫ് ദ സർക്കിൾ ബൈ ഏരിയ ഓഫ് ദ സ്ക്വയർ എന്ന് പറയുന്നത് 11/14. അപ്പം അത് ഇങ്ങനെ ഇട്ടാലും മതി. 11/14 വീണ്ടും ഡിവൈഡ് ചെയ്ത് ഡെസിമൽ ആക്കാൻ പോകണമെന്നില്ല, ജസ്റ്റ് ഇങ്ങനെ തന്നെ ലീവ് ചെയ്താൽ മതി. സോ 11/14 ആണ് ഇതിന്റെ പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് എ ഗേൾ എന്ന് പറയുന്നത് കിട്ടുക. ഓക്കെ, what is the geometric probability of finding a good candidate for the job if the number of applicants are represented by a circle and the good candidates are represented by the quadrant of the circle? അതായത് നമുക്ക് ഒരു ജോബ് ആപ്ലിക്കേഷൻ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് വരുവാണ്, അതിനെ നമ്മൾ സർക്കിളിലാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതില് ഒരു ക്വാഡ്രന്റ് ആണ് എന്ത്? ഗുഡ് കാൻഡിഡേറ്റ്സ് വരുന്നത്. അപ്പം നമുക്ക് ഇതിന്റെ എത്രമാത്രം പ്രോബബിലിറ്റി ആണ് നമുക്ക് ഒരു ഗുഡ് കാൻഡിഡേറ്റിനെ ആ ജോബിന് വേണ്ടി ഫിറ്റ് ആയിട്ടുള്ള ഗുഡ് കാൻഡിഡേറ്റ്സിനെ കിട്ടാനുള്ള എത്രമാത്രം പ്രോബബിലിറ്റി ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. യൂഷ്വലി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ജോബ് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുമ്പം അവിടുത്തെ ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ്. ഗുഡ് കാൻഡിഡേറ്റ്സ് എത്രയുണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസിൽ നിന്ന് ഗുഡ് കാൻഡിഡേറ്റ്സ് ആയിട്ട് ആരൊക്കെ ഉണ്ട് എന്നൊക്കെയുള്ള നമ്മൾ നോക്കുന്ന ആ ഒരു കോൺസെപ്റ്റ് വരുന്നതാണ്. സോ നമുക്കപ്പം പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഗുഡ് കാൻഡിഡേറ്റ്, ഇപ്പൊ ഗുഡ് കാൻഡിഡേറ്റ് ഏതിലാണ് ഇരിക്കുന്നത്? ഗുഡ് കാൻഡിഡേറ്റ് ക്വാഡ്രന്റ് ഓഫ് എ സർക്കിളിലാണ് ഇരിക്കുന്നത്. വാട്ട് ഇസ് എ ക്വാഡ്രന്റ് ഓഫ് എ സർക്കിൾ? ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ അതിനെ 4ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത്രയും ഒരു ഭാഗമാണ് നമ്മളുടെ ക്വാഡ്രന്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കേട്ടിട്ടുണ്ട്. അപ്പം ഓരോ സർക്കിൾ ഉണ്ടെങ്കിൽ സർക്കിളിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓരോ ഭാഗത്തെയും നമ്മൾ ക്വാഡ്രന്റ് എന്നാണ് വിളിക്കുന്നത്. സോ ഇപ്പൊ ഗുഡ് കാൻഡിഡേറ്റ് ക്വാഡ്രന്റ് എന്ന പോർഷനിലാണ്. ഓക്കെ, സോ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഗുഡ് കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വീണ്ടും നമ്മൾ ഏരിയയുടെ കോൺസെപ്റ്റ് യൂസ് ചെയ്യണം. എന്ത്? ഏരിയ ഓഫ് ദി ക്വാഡ്രന്റ്
ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദി ഫുൾ നമ്മൾക്ക് വരുമ്പോഴത്തേക്കിന് സർക്കിൾ ആണല്ലോ ഏരിയ. സോ എങ്ങനെയായിരിക്കും ക്വാഡ്രന്റ് ഏരിയ എന്താണ്? കാരണം ഞാൻ പറഞ്ഞു ഒരു സർക്കിളിന്റെ 1/4 പൈ ആർ സ്ക്വയർ ആണ് സർക്കിളിന്റെ ഏരിയ. പൈ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ദ ഹോൾ ഡിവൈഡഡ് ബൈ, ഇനി ഏരിയ ഓഫ് എ സർക്കിൾ എന്താണ്? അതും പൈ ആർ സ്ക്വയർ ആണ്. സോ പൈ ആർ സ്ക്വയർ ഗെറ്റ് ക്യാൻസൽ, ആൻസർ 4 താഴെ വരും. 1/4 എന്നുള്ളതായിരിക്കും പ്രോബബിലിറ്റി. അതായത് 1/4 നമ്മൾ കൺവേർട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0.25, അല്ലെങ്കിൽ പെർസെൻറ്റേജിൽ വീണ്ടും അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 25%. അതായത് ഈ ജോബ് ആപ്ലിക്കേഷൻ കൊടുത്തതിൽ ഗുഡ് കാൻഡിഡേറ്റ്സിനെ കിട്ടാനുള്ള എത്ര ശതമാനം ഉള്ളൂ? 25% മാത്രമേ ഉള്ളൂ ഗുഡ് കാൻഡിഡേറ്റ്സ്. ബാക്കിയെല്ലാം അൺഫിറ്റ് ആയിട്ടുള്ള ആപ്ലിക്കൻസ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളൊന്ന് പ്രെഡിക്റ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ് പ്രോബബിലിറ്റി യൂസിങ് ജോമെട്രിക് ഫിഗേഴ്സ് എന്നുള്ളത്. ഓക്കെ, now coming to the next question. A square of side 4 cm is given. The midpoints of the sides of the square are joined to form a small square. Now mark a dot in the small square without looking. What will be the probability of a dot to be within the small square? സോ നമുക്ക് നോക്കാൻ അറിയാം ഇതൊരു സ്ക്വയർ ആണ്. ആ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് 4 cm ആണ്. ആൻഡ് ഇതിന്റെ മിഡ് പോയിന്റ്സുകൾ നമുക്ക് ഓരോ സ്ക്വയറിന്റെ ഓരോ സൈഡ് ഉണ്ടല്ലോ, ആ മിഡ് പോയിന്റ്സ് എല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ട് ജോയിൻ ചെയ്ത് കിട്ടുന്നത് നമുക്ക് വേറൊരു സ്ക്വയർ കിട്ടും. അപ്പൊ ചോദിച്ചിരിക്കുന്നത് ഞാനൊരു ഡോട്ട് ഇടാൻ എന്നോട് പറയാണ്. ആ ഡോട്ട് വന്ന് വീഴേണ്ടത് ഏത്? ഇന്നർ ആ സ്മോൾ സ്ക്വയറിൽ, ബ്ലൂ ഷെയ്ഡഡ് ആയിട്ടുള്ള സ്മോൾ സ്ക്വയറിൽ വന്ന് വീഴണം. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് എ ഡോട്ട് ടു ബി വിത്തിൻ ദ സ്മോൾ സ്ക്വയർ? സ്മോൾ സ്ക്വയറിൽ വന്ന് വീഴാനുള്ള പ്രോബബിലിറ്റി സിമ്പിൾ അല്ലേ? സ്മോൾ സ്ക്വയറിലാണ് നമുക്ക് വന്ന് വീഴേണ്ടത്. അപ്പൊ ആ സ്മോൾ സ്ക്വയറിന്റെ ഏരിയ എന്തായാലും കൺസിഡർ ചെയ്യണം, ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ. ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ വലിയ സ്ക്വയർ ആണ്, ദാറ്റ് ഇസ് യുവർ ഗ്രീൻ സ്ക്വയർ ആണല്ലോ. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? പ്രോബബിലിറ്റി ഓഫ് ദി ഡോട്ട് ടു ബി വിത്തിൻ ദി സ്മോൾ സ്ക്വയർ. ഡോട്ട് വിത്തിൻ ദി സ്മോൾ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേന് സ്മോൾ സ്ക്വയർ എന്തായാലും കൺസിഡർ ചെയ്യണം. സോ ഏരിയ ഓഫ് ദി സ്മോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദി ലാർജ് സ്ക്വയർ. സോ ഏരിയ ഓഫ് സ്മോൾ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ഈ പടം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ സ്ക്വയറിന്റെ ഡയഗണൽ ആണല്ലോ ഇത്, ആണല്ലോ. ഈ ഡയഗണലിന്റെ ഈ ലെന്ത് തന്നെ ആണല്ലോ ഈ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 സൈഡ്സ് ഈക്വൽ ആണ്. ഇതും 4 cm ആണ്, ഇതും 4 cm ആണ്, എല്ലാ സൈഡും ഈക്വൽ ആ. അതായത് സ്മോളർ സ്ക്വയറിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് എന്തായിട്ടായിരിക്കും? ഡയഗണൽ ഓഫ് ദി സ്മോൾ സ്ക്വയർ എന്ന് പറയുന്നത് is equal to 4 cm, which is equal to side of the square, large square ആണല്ലോ. ഇനി നമുക്ക് ഡയഗണൽ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്ക്വയറിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഡയഗണൽ കിട്ടിയിട്ടുണ്ട്, സൈഡ് അറിയത്തില്ല. പക്ഷെ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ ഡോട്ട് ഇസ് ഈക്വൽ ടു എന്താണ്? ഏരിയ ഓഫ് ദ സ്മോളർ സ്ക്വയർ. ഡയഗണൽ അറിയാമെന്നുണ്ടെങ്കിൽ ഏരിയ ഓഫ് എ സ്മോൾ സ്ക്വയർ കണ്ടുപിടിക്കാം. ദാറ്റ് ഇസ് ഹാഫ് ഇൻറ്റു ഡി സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് എ സ്ക്വയർ എത്രയാണ്? എ സ്ക്വയർ, നമ്മുടെ ആ സൈഡിന്റെ സ്ക്വയർ. നൗ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ. ഹാഫ് ഇൻറ്റു വാട്ട് ഇസ് ഡി? 4 സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ എത്ര? 4 ഇൻറ്റു 4, 4 സ്ക്വയർ. 4 സ്ക്വയർ മുകളിലും താഴെയും കട്ടായിപ്പോയി. വാട്ട് യു വിൽ ഗെറ്റ്? 1/2. അല്ലെങ്കിൽ 1/2 is nothing but 0.5. പെർസെൻറ്റേജിൽ പറയുവാണെന്നുണ്ടെങ്കിൽ 50%. സോ ആ ഒരു ഡോട്ട് സ്മോൾ സ്ക്വയറിൽ വീഴാനുള്ള ചാൻസസ് അല്ലെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 50% മാത്രമാണ്. ഇത് 1/2 എന്നോ 0.5 എന്നോ 50% ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഡയഗണലാണ് കിട്ടിയത് സ്മോളർ സ്ക്വയറിന്റെ. ഡയഗണൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഹാഫ് ഇൻറ്റു ഡി സ്ക്വയർ. നിങ്ങൾ പ്രീവിയസ് ലോവർ ക്ലാസ്സസിൽ പഠിച്ചിട്ടുള്ളതാണ്. അത് ഡയഗണൽ സൈഡ് അറിയത്തില്ല, ഡയഗണലേ അറിയത്തുള്ളൂ ഇന്നർ സ്ക്വയറിന്റെ. സോ അതിന്റെ ഏരിയ എന്ന് പറയുന്നത്
ഹാഫ് ഇൻറ്റു ഡി സ്ക്വയർ ആയിരിക്കും ഏരിയ ആൻഡ് ദ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, വി ഗെറ്റ് ദ ആൻസർ ഇസ് 50%. റൈറ്റ്? Now next question. Observe the figure given below. A rectangle is given whose area is 80 centimeters square. Endpoints of one side of a rectangle is joined to a point in the opposite side to form a triangle. What is the area of the shaded triangle? This is the first question. Second question, if a dot is put in the figure without looking into it, find the probability of it being inside the shaded triangle. നമ്മൾ മുമ്പേ കണ്ട പോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓൺലി ഡിഫറൻസ് ഇസ് ദാറ്റ് ജോമെട്രി ഫിഗേഴ്സ് മാറി. ഇപ്പൊ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഒരു റെക്ടാംഗിളും ഉണ്ട്, ഒരു ട്രയാംഗിളും ഉണ്ട്. ആ റെക്ടാംഗിളിന്റെ ഏരിയ തന്നിട്ടുണ്ട് 80 സെന്റിമീറ്റർ സ്ക്വയർ എന്ന്. ആൻഡ് നമുക്കറിയാം റെക്ടാംഗിളിന്റെ എൻ പോയിന്റ്സുകൾ, ഒരു സൈഡിലെ എൻ പോയിന്റ്സുകൾ എടുത്തിട്ട് അതിനെ ഓപ്പോസിറ്റ് സൈഡിലെ ഒരു പോയിന്റുമായിട്ട് ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് ട്രയാംഗിൾ കിട്ടി. അപ്പം ഈ ട്രയാംഗിളിന്റെ ഷെയ്ഡഡ് റീജിയൻ അല്ലെങ്കിൽ ഈ ഷെയ്ഡഡ് ട്രയാംഗിളിന്റെ ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുന്നത് ഗ്രീൻ ഷെയ്ഡഡ് ഉള്ള ഈ ട്രയാംഗിളിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം ഏരിയ ഓഫ് ദി ട്രയാംഗിൾ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ റെക്ടാംഗിളിനേക്കാളും ഹാഫ് ആയിരിക്കും. ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ ലോവർ ക്ലാസ്സസിൽ പഠിക്കുന്നതാണ്. റെക്ടാംഗിളിന്റെ ഏരിയനേക്കാളും ഹാഫ് ആയിരിക്കും എപ്പോഴും ട്രയാംഗിളിന്റെ ഏരിയ. സോ 80 എന്ന് തന്നിട്ടുണ്ട് റെക്ടാംഗിളിന്റെ ഏരിയ. 80/2 വിച്ച് വിൽ ബി 40 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും നമ്മുടെ ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ. 40 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ഏരിയ ഓഫ് ദ ട്രയാംഗിൾ. Now coming to the next question, if a dot is put, ഞാനൊരു ഡോട്ട് ഇടുവാണ്. ആ ഡോട്ട് നമ്മുടെ ഈ ഷെയ്ഡ് ട്രയാംഗിളിൽ വന്ന് വീഴാനുള്ള പ്രോബബിലിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. Now how will you find? ഞാൻ പറഞ്ഞു നമുക്ക് ഷെയ്ഡ് ട്രയാംഗിളിനകത്താണ് വേണ്ടത്. സോ പ്രോബബിലിറ്റി ഓഫ് ദ ഡോട്ട് ഇൻസൈഡ് ട്രയാംഗിൾ എന്ന് പറയുമ്പോഴത്തേക്കിന് ആദ്യം നമ്മുടെ ഫേവറബിൾ ആയിട്ടുള്ളത് ഏത് ഏരിയ ആണ്? ട്രയാംഗിളിന്റെ ഏരിയ ഓഫ് ദ ട്രയാംഗിൾ ഡിവൈഡഡ് ബൈ, ഇനി നമുക്ക് മൊത്തം ഉള്ളത് ആരാണ്? ഏരിയ ഓഫ് ദ റെക്ടാംഗിളിന്റെ ആണ്. ജസ്റ്റ് ജോമെട്രി ഫിഗേഴ്സ് ഐഡന്റിഫൈ ചെയ്യുക, അതിന്റെ ഏരിയാസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പ്രോപ്പർ ആയിട്ട് ഇക്വേഷൻ അറിഞ്ഞ് അത് ചെയ്യുക. ഓൺലി ദാറ്റ് മച്ച്. ഏരിയ ഓഫ് എ ട്രയാംഗിൾ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു, വിച്ച് ഇസ് 40, ആൻഡ് ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ എന്ന് പറയുന്നത് 80 ആണ്. And again the answer is 1/2 or 0.5 or it's 50%. So 50% chance ആണ് ഈ ഡോട്ട് ഈ ഷെയ്ഡഡ് ട്രയാംഗിൾ വന്ന് വീഴാനുള്ള ചാൻസ്. Okay, so that is what the entire section. Now let's see a quick recap of the summary. Geometric probability നമ്മൾ കണ്ടു. നമ്മൾ പറഞ്ഞു ഇതൊരു റെപ്രസെന്റേഷൻ ഓഫ് എ പ്രോബബിലിറ്റി ഇൻ ടേംസ് ഓഫ് ജോമെട്രിക് ഫിഗേഴ്സ് വെച്ചിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് എന്താണ് അതിൽ ഇപ്പം ഇവന്റ് ഹാപ്പൻ ചെയ്യുന്നതും എല്ലാം നമ്മൾ എന്താണ് ഏരിയ യൂസ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത്. സോ അതുകൊണ്ട് തന്നെയാണ് അതിന്റെ പേര് ജോമെട്രിക് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ബിക്കോസ് ഏരിയാസ് ഓഫ് ദ ജോമെട്രിക് ഫിഗേഴ്സ് ഇസ് യൂസ് ടു കമ്പ്യൂട്ട് ദ പ്രോബബിലിറ്റി. ആൻഡ് അതിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി കണ്ടു. നമുക്ക് വേണ്ട ഡിസൈഡ് ഏരിയയുടെ ആ ഒരു ഏരിയ ഡിവൈഡഡ് നമ്മൾ ഫോർമുലയും കണ്ടു പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ളത്. ജോമെട്രിക് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ഏരിയ, അല്ലെങ്കിൽ നമുക്ക് ഷെയ്ഡഡ് റീജിയനോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചോദിക്കും. അപ്പൊ നമുക്ക് വേണ്ട ഡിസൈഡ് റീജിയനിലെ ഏരിയ ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ ചെയ്തതിനാൽ യു വിൽ ഗെറ്റ് ദി ജോമെട്രിക്കൽ പ്രോബബിലിറ്റി. സോ ദിസ് ഇസ് ഹൗ വി ആർ ഫൈൻഡിങ് ജോമെട്രിക് പ്രോബബിലിറ്റി. ആൻഡ് ദിസ് സെക്ഷൻ നമ്മൾ മെയിനായിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ആ പ്രോബ്ലംസിന്റെ കോൺസെപ്റ്റ് വെച്ചിട്ട് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാംസിന് ചോദിക്കുന്നത്. സോ കീപ് ഓൺ എക്സ്പ്ലോറിങ് ആൻഡ് ഡു മോർ ക്വസ്റ്റ്യൻസ്. എന്നിട്ട് നല്ലതായിട്ട് എക്സാംസ് എഴുതാൻ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആകും. ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്കുള്ള പ്രോബ്ലംസ് ആയിരിക്കും മെയിനായിട്ട് എക്സാമിന് വരിക. ഓക്കെ. Manorama Horizon, learning made simple.